യമുനയെ അന്വേഷിച്ച് ജയബാലൻ്റെ വീട്ടിലെത്തുന്ന നമ്മുടെ കാവേരിയെയും ഗംഗയെയും കാണാനായിട്ട് കഴിയും. അതായത് ജയബാലൻ്റെ മകൻ വിശാൽ യമുനയെ തടങ്കിലാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണല്ലോ കാണാനായിട്ട് കഴിയുക. അത് വേറൊന്നിനും വേണ്ടിയല്ല, എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയാണ്. യമുനയാണെങ്കിൽ അവനെ വിശ്വസിച്ച് പോയി ചതിയിൽ കെണിയിൽ കുടുങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ എന്തു ചെയ്യണം, രക്ഷപ്പെടാൻ കഴിയാതെ നിൽക്കുന്നൊരു സാഹചര്യം. എന്നെ തുറന്നു വിടടാ, എന്നെ ഈ കെണിയിൽ വെക്കല്ലേടാ, എന്നെ വിടാനായിട്ട് പറയുമ്പോൾ വിശാൽ പറയുന്നുണ്ട്, അതൊന്നും സാധ്യമല്ല, നിന്നെ വിടാനൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ യമുന ചതി ആ സമയം തിരിച്ചറിയുന്നു. ഇവിടെ യമുനയെ കാണാതെ നമ്മുടെ കാവേരിയും നമ്മുടെ ഗംഗയും നമ്മുടെ ശാരദ അമ്മയും അച്ചമ്മയും എല്ലാവരും വളരെയധികം സങ്കടപ്പെടാനായിട്ട് തുടങ്ങുന്നു. ഗംഗയും കാവേരിയും പുറത്തുനിന്ന് വരുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ യമുനയെ കാണാനില്ല എന്ന്. അത് കേട്ടതും ഏറ്റവും വലിയ ശത്രു അത് നമ്മുടെ ജയബാലനായതുകൊണ്ട് തന്നെ ജയബാലൻ്റെ അടുത്തേക്ക് കാവേരി ഗംഗയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു. എവിടെയാണോ തൻ്റെ സഹോദരി യമുന എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ല എന്ന് പറയുമ്പോൾ തനിക്കല്ലാതെ വേറെ ആർക്കാണോ അറിയാം എന്ന് ചോദിക്കുന്നത് കാണാം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല എന്ന് പറയുന്നതും കാണാൻ കഴിയും. അപ്പോഴേക്കും വിശാൽ അവിടേക്ക് വന്നെത്തുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.